നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ തളപതി വിജയ് ഇപ്പം രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങിക്കോണം. അപ്പോൾ അതിൻ്റെ ആദ്യ മാനാട് നമ്മൾ കണ്ടതാണ്, ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. ഏകദേശം 10 ലക്ഷം പേരോളം വന്ന ഒരു മാനാടായിരുന്നത്. മാനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇപ്പോൾ രണ്ടാമത് മാനാട് നടന്നായിരുന്നു മധുരയിൽ 2-3 ദിവസം മുമ്പ്. ഏകദേശം 15 ലക്ഷത്തോളം ജനങ്ങളാണ് അവിടെ വന്നിരുന്നത്. അതായത് ജനസാഗരമായിരുന്നു. ജനസാഗരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3:30-ക്കായിരുന്നു പരിപാടി തുടങ്ങിയെങ്കിൽ രാവിലെ 7 മണി മുതൽ ജനങ്ങൾ ഏകദേശം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയത്. അത്രയും വലിയ ഒരു ക്രൗഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം വിജയ് വന്നു. വിജയ് ഏകദേശം ഒരു 500 മീറ്റർ ഒരു റാമ്പ് പോലെ നടുക്കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അഭിവാദ്യം ചെയ്ത് കൊടിത്തോരണങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടന്നായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും വണക്കമൊക്കെ കൊടുത്തു. മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സിറ്റി പോലെയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് നടന്നത്. 15 ലക്ഷം പേര്. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അതുപോലെ ആയിരുന്നു. അപ്പം അദ്ദേഹം ഇത്തവണ മാനാടിൽ അദ്ദേഹം ഇച്ചിരി വെറൈറ്റി രീതിയിലാണ് അദ്ദേഹം സ്പീച്ചൊക്കെ നടത്തിയിരുന്നത്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമകളിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഓഫ് സ്ക്രീനിൽ വിജയെ കണ്ടു കഴിഞ്ഞാൽ വിജയ് വളരെ ശാന്തനായിട്ടുള്ള, അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഡയറക്റ്റായിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് വിജയെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആദ്യ മാനാടിൽ ഡയറക്റ്റായിട്ട് ആൾക്കാരെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കാത്ത ഒരു വിജയ് ഈ മധുര മാനാടിൽ വെച്ച് ഡയറക്റ്റായിട്ട് നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെയും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെയും ഡയറക്റ്റായിട്ട് പുള്ളി വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ വിമർശിക്കുകയാണ്, ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിൽ 234 തൊകുതി, അതായത് നമ്മുടെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ 140ആണ്, തമിഴ്നാട്ടിൽ 234ആണ്. അപ്പോൾ 234ലും പുള്ളി തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. കാരണം വേറൊന്നുമല്ല, പുള്ളിയാണ് മത്സരിക്കുന്നത് എന്നൊരു മൈൻഡോട് വെച്ച് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളി ചെന്നൈയിലേ നിൽക്കത്തുള്ളൂ. അപ്പം പുള്ളി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയാമെന്ന് ഞാൻ മറന്നുപോയി, അത് ഞാൻ പിന്നെ പറയാം. പനയൂർ എന്നെങ്ങാണ്ടാണ് പറയുന്നത്. അവിടെയാണ് വിജയ് നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം ഇദ്ദേഹം വന്ന് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുകയാണ്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെ അങ്കിളെന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയൊക്കെ പറയുകയാണ്. അതൊക്കെ അത്രയ്ക്കും വിമർശനം വരുന്നൊരു സംഭവമാണ്. അതുപോലെ വിജയകാന്തിനെ എടുത്തു പറയുക, ഇതൊക്കെയാണ് വിജയ് അവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയാണ്. അതായത് നരേന്ദ്രമോദിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭരിക്കാൻ വന്നതാണോ അതോ മുസ്ലിം മതവിഭാഗത്തെ ആൾക്കാർക്കുള്ള, അതായത് മുസ്ലിങ്ങൾക്ക് എതിരെ വേണ്ടി പ്രവർത്തിക്കാൻ വന്ന മനുഷ്യനാണോ എന്നൊക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഉള്ള അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നത്തിനൊക്കെ അവർ പരിഹാരം കണ്ടില്ല. അതുപോലെ തമിഴ്നാട്ടിൽ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ കണ്ടുപിടിച്ചായിരുന്നു, അതൊക്കെ പുറത്തു വരാതെ എല്ലാം മറച്ചു വെച്ചായിരുന്നു BJP സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വിജയം ഡയറക്റ്റായിട്ട് മോദിയൊക്കെയാണ് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനൊരു വിജയ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം വിജയ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ വിജയ് സ്വയമായിട്ട് സിംഹമാണ്. അദ്ദേഹം സിംഹമാണെന്നുള്ള സിംഹം, അതായത് വിശപ്പെടുത്താൽ, അതായത് പസിച്ചാൽ മാത്രമേ പോയി അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ വഴി കൂടെ വിശപ്പില്ലെങ്കിൽ വഴി കൂടെ ആര് പോയാലും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഒരു കാര്യം നേടണം എന്ന് വിചാരിച്ച ആ സിംഹം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നേടി തന്നെ ആവുമെന്നുള്ള, പുള്ളിയെ സ്വയമായിട്ട് സിംഹമായിട്ടാണ് പുള്ളി അത്രയ്ക്കും കോൺഫിഡൻസോടാണ് അദ്ദേഹം വന്നേക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പം നിലവിൽ നടന്മാരിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നടൻ വിജയാണ്. അപ്പം അത്രയും സപ്പോർട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. കറക്റ്റ് സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹം ഇനി സിനിമ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു മാനാടും കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ എന്തായാലും ഉറപ്പായി അദ്ദേഹം ഇനി സിനിമയിലേക്ക് വരുമെന്ന് ഒരു പിടിയില്ല. അടുത്ത ലാസ്റ്റ് പടം ജനനായകനായിരിക്കും. അപ്പം ഇദ്ദേഹം സ്റ്റാലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതായത് കുടുംബപരമായിട്ട് അവിടെ ഭരിക്കുകയാണ്. മകൻ ഡെപ്യൂട്ടി CM, സ്റ്റാലിൻ അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമേ എല്ലാം ചെയ്യുന്നുള്ളൂ. വിജയ് പറയുന്ന, വിജയ് ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് മുകളിൽ ഞങ്ങളില്ല, ജനങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്ന പാർട്ടി, ഞങ്ങൾ ഒരു പാർട്ടിയോട്ടും ചേരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാനാട് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ ADMK ആയിട്ട് ചേരും, അല്ലെങ്കിൽ BJP ആയിട്ട് ചേരുന്നു. അദ്ദേഹം നിലവിൽ പറയുന്നത്, ഞങ്ങൾ ആരുമായിട്ടും ചേരുന്നില്ല, ഞങ്ങൾ ആരുടെ കൂടെ എല്ലാം മത്സരിക്കാൻ വരുന്നത്, ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായിട്ട് ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. ഇവിടുത്തെ യൂത്തിൻ്റെ കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യങ്ങൾ, ഇവിടുത്തെ കർഷക കൈത്തറി തൊഴിലാളികൾ എല്ലാവർക്കും നമ്മൾ ക്ഷേമത്തിന് വേണ്ടി എല്ലാത്തിനും പ്രവർത്തിക്കും. നമുക്കിവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, അതായത് മതമില്ല, ജാതി കലർത്തിയുള്ള യാതൊരു രാഷ്ട്രീയമില്ല എന്നുള്ളൊരു മൈൻഡോടെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു പാർട്ടിയായിട്ടാണ് വിജയ് കാണുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ്റെ കുടുംബ വാഴ്ചയ്ക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം പുള്ളി ഇതിനു മുമ്പ് ഫസ്റ്റ് DMK സിനിമ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ DMK ഒക്കെ സപ്പോർട്ട് ചെയ്ത്, വിജയ് DMK സപ്പോർട്ട് ചെയ്ത് ഉദയനിധി സ്റ്റാലിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണ്. സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ADMK, അതായത് അമ്മ
ജയലളിതയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഈ രണ്ട് പാർട്ടിയും തള്ളി പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി നിർമ്മിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ എന്നാണ് തമിഴ്നാട്ടിൽ കുറേ ആൾക്കാർ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ വിരുന്നിന് അദ്ദേഹം തന്നെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് വിരുന്ന് നടത്തി. ആ വിരുന്ന് നടത്തിയത് മുസ്ലിം മതത്തിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. അതുപോലെ കുറേ വിമർശനങ്ങൾ വിജയ്ക്ക് വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇതുപോലെ ഒരു വലിയൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഇതുപോലെ വിമർശനങ്ങൾ വരും. പക്ഷേ പുള്ളി വലിയൊരു ചലനം തമിഴ്നാട് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഇലക്ഷനിൽ അടുത്ത വർഷം കാണിക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അതുപോലെയാണ്. അതുപോലെ എല്ലാ ഏരിയയിലും വിജയ് തന്നെ പോയി വോട്ട് ചോദിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ വിലപ്പെട്ട വോട്ടാണ്. അദ്ദേഹത്തിൻ്റെ വോട്ട് കൂടുതലും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ DMKയുടെ വോട്ടായിരിക്കും സാധ്യത. കാരണം അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ശത്രു BJP ആണ്, പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ ശത്രു DMK ആണ്. അടുത്ത ഇലക്ഷന് 2 പേര് തമ്മിലുള്ള പോട്ടിയുള്ളൂ. അതായത് 2 പേര് തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഒന്ന് DMKയും ഒന്ന് TVKയും. എന്നാൽ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻസോടെയാണ് പറയുന്നത്. ഏതായാലും അടുത്ത വർഷത്തെ ഇലക്ഷന് വളരെ നല്ലൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇനി അഥവാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്ര സീറ്റ് വിജയുടെ പാർട്ടി പിടിക്കുവാണെങ്കിൽ വേറെ പാർട്ടിയുമായിട്ട് ചേർന്ന് ഭരണം നടത്തുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് ഇനി ഒരു മാസങ്ങളെ സാധ്യതയുള്ളൂ. എന്തായാലും ഒരു വർഷത്തേക്കില്ല, ഒരു വർഷം വരെ ഇല്ല. നമുക്കതിന് മുമ്പ് കാണാം അടുത്ത വർഷം നമ്മുടെ കേരളത്തിൽ CPM വീണ്ടും ഭരണത്തിൽ വരുമോ, പിന്നെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.